കർത്താവ് പ്രാർത്ഥന എടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമൻ. ഈ 4-ാം മാസത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാനുള്ള ഒരു അവസരമാണ്. ആമൻ. എണ്ണമില്ലാത്ത എല്ലാ നന്മകളും ചെയ്തു തരുമ്പോൾ, ആമൻ, സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കാണുമ്പോൾ നന്ദിയല്ലാതെ വേറൊന്നും പറയാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും താഴ്വരയിലൂടെ നടന്നു പോകുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു ദീപമായി വെളിപ്പെട്ട ആ ദൈവകൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാൻ കഴിയും. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ഇന്ന് പല കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹല്ലേലൂയ ആരാധനയിൽ വലിയ വിടുതലുകൾ സംഭവിക്കപ്പെടുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. നന്ദി
നമുക്ക് നന്ദി പറയുവാനുള്ള അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ ദൈവം നടത്തിയ ഓരോ വരികളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തതാണ്. നാശകരമായ കുഴിയിൽ കിടക്കേണ്ടതായ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് ഓർക്കുമ്പോൾ ഇന്ന് പലക്കാലം നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, ഹല്ലേലൂയ, എൻ്റെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല ഞാൻ നിന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ ദയയാണ്. ഹല്ലേലൂയ, എന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പലക്കാലം നമുക്ക് കൈകൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടുവാൻ കഴിയും. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്ന ഹല്ലേലൂയ, വീണ്ടെടുത്തവന്റെ വീണ്ടെടുപ്പുകാരായ എന്നുള്ള പാട്ട് നമ്മൾ കൈയടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. പ്രാണപ്രിയ
ചിറകനിൽ പോകുന്നത് പോലെ ഇന്ന് മലക്കാല കഴികൾ തന്നെ ഹല്ലേലൂയ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ ദൈവം നമ്മളെ വഹിക്കുന്നത് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവികമായ ചില വിടുകൾ സംഭവിക്കപ്പെടുക ഇന്ന് മലക്കാലം വീണ്ടെടുത്ത ഓർത്തുകൊണ്ട് നന്ദിയോടെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ നല്ല കർത്താവ് എത്ര നല്ലവനാണ് നമ്മുടെ ജീവിതത്തിന്മേൽ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, കർത്താവേ യേശുനാഥ, നീ ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല, ഞങ്ങൾക്ക് അത് മതി കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഹല്ലേലൂയ ആ സ്നേഹത്തിന്റെ ഇടയനായ കർത്താവേ, നീ ഞങ്ങൾക്ക് വഴികാട്ടിയാൽ, നീ സത്യമായി, നീ അത് വെളിച്ചമായി വെളിപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പലക്കാലം ആ നിത്യജീവൻ തന്ന ദൈവത്തിന് നമുക്ക് ഒരുമിച്ചുകൊണ്ട് പാടുവാൻ കഴിയും. സ്നേഹത്തിനിടയനാം യേശുവേ, വഴിയും സത്യം നീ മാത്രമേ, നിത്യമാം ജീവനും ഹല്ലേലൂയ ദൈവപുത്ര, നീ അല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് പലക്കാലം ആ ദൈവത്തെ നോക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട്, പാട്ടറിയാവുന്നവർ കണ്ണുകൾ അടച്ച്, അല്ലാത്തവർ ഹല്ലേലൂയ ദൈവത്തോടൊന്ന് പറഞ്ഞ്, കർത്താവേ നീ അല്ലാതെ വേറെ ആരുമില്ല, നീ മാത്രം ഞങ്ങൾക്ക് മതി. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് നിന്ന് പാടാം. പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് നിന്ന് പാടേ. സംഭവിക്കപ്പെടുമ്പോൾ ഇന്ന് പലകാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാടുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഇൻ ഹിസ് ടൈം. ഹല്ലേലൂയ. ഇൻ ഹിസ് ടൈം, ഇൻ ഹിസ് ടൈം ഹി മേക്സ് all things beautiful. അവനെല്ലാം ചന്തവും ഉചിതമായി ചെയ്യുന്ന ദൈവകരങ്ങളിലേക്ക് every day
പരിശുദ്ധ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. നിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങൾക്ക് മതി. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട കർത്താവേ. ഞങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന, ഞങ്ങളോടുകൂടെ നിൽക്കുന്ന, ഞങ്ങളെ അങ്ങയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ഇന്ന് ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. കരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒട്ടും കളയാതെ നമുക്ക് ആ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനം യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 9 and 10. ജോബിൻ്റെ പുസ്തകം യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. സ്തോത്രം. യോബിൻ്റെ കാര്യങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ആരും തന്നെ ഇല്ല. എന്നാൽ ഇന്ന് സ്തോത്രം എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട ചില ദൂതുകൾ നിങ്ങളുമായി ടൈമിൻ്റെ ഉള്ളിൽ തന്നെ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം ചരിത്രകാരന്മാർ പറയുന്നത് യോബിൻ്റെ പുസ്തകമാണ് ആദ്യം മോശ എഴുതുന്നതിന് മുൻപ് സ്വന്തം എഴുതപ്പെട്ടതും ജീവിച്ചിരുന്ന അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വന്തം യോബ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നമുക്കത്രയൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പോകുമ്പോൾ മനസ്സിലാക്കാം ഇതൊരു ചോദ്യങ്ങളുടെ പുസ്തകമാണ്. സ്വന്തം അവിടെ നമുക്ക് കാണുന്നുണ്ട് ദൈവം ചോദിക്കുന്നത്, മനുഷ്യൻ ചോദിക്കുന്നത്, പിശാച് ചോദിക്കുന്നത്, സ്നേഹിതർ ചോദിക്കുന്നത്, യോബ് ഹല്ലേലൂയ സ്തോത്രം, ഇതങ്ങ് ചോദ്യങ്ങളുടെ മാത്രമാണ്. നമ്മൾ വായിക്കുമ്പോൾ 38 അധ്യായം തൊട്ട് 42 അധ്യായം വരെ നമ്മളവിടെ കാണുന്നുണ്ട് 77 ചോദ്യങ്ങൾ ദൈവം സ്തോത്രം യോബിനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, യോബിനോട് പലരും ചോദിച്ചപ്പോൾ, തൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചപ്പോൾ, ചുട്ട മറുപടി കൊടുത്തപ്പോൾ യോബിൻ്റെ സ്തോത്രം ഹല്ലേലൂയ ചോദിച്ച ചോദ്യത്തിന് ഈ 77 ചോദ്യങ്ങളുണ്ട്. ഈ 77 ചോദ്യങ്ങളുടെ മുമ്പിൽ യോബ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ വാപൊത്തി എന്നാണ് കാണുന്നത്. സ്തോത്രം. നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ഞാനിതൊന്നും എല്ലാ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഇവിടെ നിന്ന് വായിക്കേണ്ട, വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്മേൽ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ സ്തോത്രം അവിടെ നമുക്ക് കാണുന്നുണ്ട്, ഈ യോബിനോട് ദൈവം ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ചു പോകും. കാരണം 10 മക്കൾ മരിച്ചിട്ട് ആ കുഴിമാടത്തിൻ്റെ അരികിലിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, എടാ വെള്ളയുടെ മുട്ടക്കുരുവിനും സ്വത്രം ഹല്ലേലൂയ ടേസ്റ്റ് എന്തുവാണ്? സ്വത്രം. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വത്രം നമ്മൾ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. വെള്ളയുടെ മുട്ടയുടെ രുചി എന്തുവാണെന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല ഹല്ലേലൂയ മഴയുടെ അപ്പനാരാ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മളൊരു ICUവിൽ കിടക്കുക, ICU കിടക്കുന്നവനോട് ചോദിക്കുക സ്വർണത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലാണ്. നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് യോബിനോട് സ്വത്രം ഹല്ലേലൂയ ദൈവം ചോദിക്കുകയാണ്. ഹല്ലേലൂയ സ്വത്രം. ഈ ചോദ്യം ചോദിക്കുന്നതിന് ഹല്ലേലൂയ കാരണം ആരാ ചോദിക്കുന്നത്? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമാണ് ചോദിക്കുന്നത്. യോബേ മഴയുടെ അപ്പൻ ആരാണെന്ന്. സ്വത്രം ഹല്ലേലൂയ. ഇതിനെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ചോദ്യങ്ങളുടെ നീണ്ട നിര ഇങ്ങനെ കിടക്കുമ്പോൾ, അതിന്റെ നടുവിൽ ഇടപെടുമ്പോൾ കഴിയുമ്പോൾ അവൻ പറയുന്നു 42 യോബിന്റെ പുസ്തകം 42-ന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉപദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സ്വത്രം. അവൻ പറയുകയാണ് സ്വത്രം ഇവനെ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ യോബിനോട് യോബ് പറയുകയാണ്, കർത്താവേ നിനക്ക് ഹല്ലേലൂയ സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. കാരണം എന്താ? യോബ് പറയാണ്, ഏത് സ്ഥിതിയിലും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. യോബ് ആരാണെന്നറിയാമോ? യോബിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അന്നത്തെ ട്രാൻസ്പോർട്ട് നമ്മൾ അന്ന് ട്രാൻസ്പോർട്ട് ഹല്ലേലൂയ നമ്മുടെ ഇവിടുത്തെ KSRTC പോലെ വലിയ ട്രാൻസ്പോർട്ട് കമ്പനിയുള്ള വ്യക്തിയായിരുന്നു. കാരണം 3000 ഒട്ടകം
500 എയർ ഹല്ലേലൂയ സ്തോത്രം കഴുത, 500 എയർ ഹല്ലേലൂയ കാള. ഇതെല്ലാം എന്തിരുന്നു? അന്നത്തെ ട്രാൻസ്പോർട്ടിന് വേണ്ടി നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ളതായ ട്രാൻസ്പോർട്ടായിരുന്നു ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും 3000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യമല്ല. കാരണം ഇത്രയും ഓടുന്നതാ. ഇതിന്റെ പൈസ മേടിക്കണം. ഇന്നത്തെ പോലെ ബാങ്കുകളില്ല, ഇന്നത്തെ പോലെ ATM ഇല്ല. ഇതിന്റെ എല്ലാം പൈസ കണക്ട് ചെയ്യണം, ഓഡിറ്റ് കണക്ട് ചെയ്യണം. ഇതെല്ലാം കൂടെ നോക്കിയ വ്യക്തിയെ ഒന്നുമില്ലാതാക്കിയിട്ട് പറയാണ് ആമേൻ സ്തോത്രം. ഇപ്പോൾ ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ആമേൻ ചൊറിയുന്ന ആമേൻ സ്തോത്രം, ആമേൻ ചിരട്ട കൊണ്ട് ചൊറിയുന്നത് പോലെ, ആമേൻ സ്തോത്രം, ആമേൻ ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയുന്നത് പോലെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പറയുന്നു, കർത്താവേ, ഇത്രയും വലിയ ആളിനെ ഇങ്ങനെ ചൊറിയാൻ ഉപയോഗിക്കാൻ നിനക്ക് കഴിയും. അവനെ വലിയവനാക്കുവാനും കഴിയുന്ന ഒരുവൻ നീയാണെന്നും നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉപദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നിനക്കെല്ലാം കഴിയും കർത്താവേ. ഇന്ന് പലക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നതും കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വിടുകൾ സംഭവിക്കപ്പെടുക. നിന്റെ ഉപദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് ഇന്ന് പലക്കാലം ദൈവാത്മാവ് പറയുമ്പോൾ, നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാണ് നിന്റെ അവൻ നിനക്കൊന്നും അസാധ്യമല്ല. ഇന്ന് പലക്കാലം നോക്കി അവസാനം വായിക്കുമ്പോൾ അതിനെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. ഇന്ന് പലക്കാലം നിനക്ക് തോന്നുവാണ് ഇത് നടക്കത്തില്ല. ഇന്ന് പലക്കാലം എനിക്കും നിങ്ങൾക്കും തോന്നുക ഇത് അസാധ്യമാണെന്ന്. എന്നാൽ എല്ലാം അസാധ്യമാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ നടുവിലും വെളിപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഇന്ന് പലക്കാലം സാധിപ്പിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ ദൈവത്തെ പോലെ വേറെ ആരുള്ളൂ? ഹല്ലേലൂയ. എന്റെ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഇന്ന് പലക്കാലം നിന്റെ ജീവിതത്തിന്മേൽ ചോർന്നു പോയത്, നഷ്ടപ്പെട്ടു പോയത്, നടക്കത്തില്ലെന്ന് പറഞ്ഞ് പലതും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ അതിനെ എല്ലാം മടക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. ശത്രു അപകരിച്ചത്, ലഭിക്കപ്പെടേണ്ടത് പലതും ലഭിക്കപ്പെടാതിരുന്നത്, നിന്റെ കുഞ്ഞിനെ അപകരിച്ചത്, നിന്റെ ജീവിതത്തിൽ നന്മകളെ അപകരിച്ചത്, ഇന്ന് പലപ്പോഴും ദൈവം പറയാണ്, ഇതെല്ലാം മടക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു വർധനവിന്റെ ദിവസങ്ങളായി വെളിപ്പെടുക. നമ്മുടെ സഭയ്ക്കകത്തൊരു വർധനവ്, നിന്റെ കുടുംബത്തിലൊരു വർധനവ്, നിന്റെ ജീവിതത്തിന്മേൽ ഒരു വർധനവ്, നിന്റെ ആത്മീയ ലെവലിൽ ഒരു വർധനവ്, പ്രാർത്ഥനയിൽ ഒരു വർധനവ് തരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പലക്കാലം കാരണം ദൈവത്തോട് പറയണം, കർത്താവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. കാരണം എങ്ങനെയും ആക്കാൻ കഴിയും. ഇപ്പോ നീ ടാറ്റയെ പോലെ അംബാനിയെ പോലെ നീ നടക്കുന്നവനെ അല്ലെങ്കിൽ ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയുവാനും കഴിയുന്ന ഒരു ദൈവം. അവൻ ഓട്ട് കഷ്ണം പോലെ ചൊറിയുന്ന വ്യക്തിയെ അവൻ സ്വന്തം ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇവിടെയാക്കുവാൻ വിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ നോക്കിയ ഒരിക്കലും ഈ മനുഷ്യൻ മടങ്ങി വരുമെന്ന് ഒരു വ്യക്തി പോലും പറയത്തില്ല. കാരണം എന്താ? അതുപോലെയാണ് തരുന്നത്. നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവികമായ വചനത്തിലേക്ക് നമ്മൾ കയറി പറയുമ്പോൾ, കാരണം ഇത്രയും ആടുമാടുകൾ, 7000 ആടുമാടുകൾ ഉണ്ടായിരുന്ന അതിനകത്ത് ഒരെണ്ണമെങ്കിലും ശേഷിച്ചെങ്കിൽ പറയാം, അല്ലെങ്കിൽ 10 ശേഷിച്ചെങ്കിൽ പറയാം ഇതിലൂടെ വർധന വരുമെന്ന്. ആമേൻ, സ്തോത്രം. 3000 ഒട്ടകം ഉണ്ടായിരുന്നു. ഒരെണ്ണമെങ്കിലും ശേഷിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു അവൻ അതിലൂടെ വർധന വരും. നോക്കി, ഇതൊന്നുമില്ലാതിരുന്നിടത്ത് അവൻ മനുഷ്യരും മറ്റുള്ളവരും പറഞ്ഞു ഇതിനി നടക്കത്തില്ല. ഇന്ന് പലക്കാലം ദൈവാത്മാവ് പറയുന്നു നടക്കത്തില്ലെന്ന് പറയുന്ന നിന്റെ എക്സാമോ, നിന്റെ ജീവിതത്തിന്മേൽ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളോ, നിന്റെ ഈ രോഗത്തിന്മേലുള്ള സൗഖ്യങ്ങളോ അവൻ ഡോക്ടർമാർ പറയും, മറ്റുള്ളവർ പറയും നടക്കത്തില്ല. എന്നാൽ നീ പറയണം, കർത്താവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇന്ന് പലക്കാലം നീ ഒന്ന് വിളിച്ചു പറ, കർത്താവേ, നിനക്ക് സകലതും കഴിയും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന
ചിന്തിക്കുന്ന സാഹചര്യം പോലെ അല്ല നടക്കേണ്ടത്. നമ്മൾ ഓർക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ കയറി പോകണമെന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അവിടെ നമുക്ക് കാണും, നോക്കിയേ, ഹല്ലേലൂയ, ഈ അവൻ നോക്കുമ്പോൾ 4 സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവസാനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കാരണം ഇതാ 4 സൈഡിൽ നിന്നും അവൻ കയറി വരിക. ഈ 7000 ആടുണ്ടായിരുന്ന അവൻ 14,000 ആടുകൾ കയറി വരിക. ഒറ്റ ഒരാൾക്കറിയത്തില്ല. ഇയ്യോബ് കണ്ടില്ല, ഇയ്യോബിന്റെ ഭാര്യ കണ്ടില്ല, സ്നേഹിതര് കണ്ടില്ല, ഇവൻ സാത്താൻ പോലും മറച്ചു വെച്ചതുപോലെ ഇന്ന് പലക്കാലം നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ച് ഇന്ന് പലക്കാലം കയറ്റിക്കൊണ്ടുവരുവാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന മറ്റാരും കാണാതെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ലാത്ത രീതി, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത രീതിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നമ്മളതൊന്ന് വിശ്വസിച്ച്, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, ക്യാൻസർ ആകട്ടെ, അവൻ എന്തു വിഷയമാകട്ടെ, ഇന്ന് പലക്കളം ദൈവത്തോട് പറ, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്ന് നീ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ചിരിക്കുക. ഇന്ന് പലക്കാലം റോഷനായെ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ചിരിക്കുന്നു. പ്രിയ ഗ്രേസേ, നിനക്ക് വേണ്ടി ചിലത് മറച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് പലക്കാലം വെളിപ്പെടാത്തത് ഇന്ന് പലക്കാലം വെളിപ്പെട്ട് വരുവോ, ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ദൈവാത്മാവ് വ്യക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ, നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ ഇന്ന് പലകാലം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സഹോദരി, ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്നവൻ, ഒന്നുമില്ലായ്മ സകലത്തെ വിളിച്ചു വരുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പലക്കാലം എനിക്കും നിനക്കും വേണ്ടി വെളിപ്പെടുത്തുന്ന ഈ ദൈവത്തെ പോലെ വ്യക്തി വേറെ ആരുള്ളൂ എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് പലക്കാലം സകലതും കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വാൽക്കാലം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ പരാജയപ്പെട്ട മേഖലയിലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. ജയം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പരാജയത്തിന്റെ നെല്ലിപ്പലകയിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. എന്തു ചെയ്തിട്ട് നടക്കുന്നില്ല, എന്തു പഠിച്ചിട്ട് എങ്ങനെ നോക്കിയിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. ഇന്ന് പലക്കാലം അവൻ നിന്റെ കാര്യം യഹോവയുടെ മേൽ പരമേൽപ്പിച്ചു കൊള്ളുക, അവനത് നിവർത്തിക്കുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ആ ഭക്തൻ പറയുന്നത് പോലെ ഇന്ന് പലക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് വരുവാൻ, ദൈവത്തിന്റെ വഴിയെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ചോദ്യങ്ങളെല്ലാം എക്സാമിന് പോലും ഇത്രയും ചോദ്യം ചോദിക്കത്തില്ല. ഇതിൻ്റെയൊക്കെ ആഴങ്ങൾ എത്രയോ ആഴമാണ്. ഓരോന്നും ഓരോ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ മണിക്കൂറുകൾ പറയുന്ന രീതിയിൽ 77 ചോദ്യങ്ങളാണ് കർത്താവ്, ദൈവമായ കർത്താവ് ഇയ്യോബിനോട് ചോദിക്കുന്നത്. ആ 27 ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ പലതുമുണ്ട്. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ഇന്ന് പലക്കാലം അവൻ വേറൊരു ലെവലിലേക്ക് കയറുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം അവിടെ ചോദിക്കുന്നത്, ഞാൻ സൃഷ്ടിച്ച മൃഗങ്ങളുടെ ശക്തി നിനക്കറിയാമോ? അവൻ വനഗർഭങ്ങളുടെ ഹല്ലേലൂയ ശക്തി നിനക്കറിയാമോ? ഹല്ലേലൂയ. അവൻ ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാം ഇയ്യോബിന് ചുട്ട മറുപടി കൊടുക്കുന്ന അവൻ പറയാണ്, വാപൊത്തിയോട്ട് പറയാണ്, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്ന് പറയുക. ഇന്ന് പലക്കാലം അവൻ സ്വതന്ത്രം. ഹല്ലേലൂയ. രാജി ബ്രദറെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. 1000 ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ കിടക്കുമ്പോഴും അതിന്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നേ. ചോദിക്കാൻ, നിന്റെ ജീവിതത്തിൽ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന അനേകർ ചോദിക്കുന്നില്ല ചോദ്യം. ഹല്ലേലൂയ. ഇതെങ്ങനായിത്തീരും, ഇതെന്തായിത്തീരും, ഇത് എപ്പോഴായിത്തീരും എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പലക്കാലം 1000 ചോദ്യങ്ങളുടെ മുമ്പിൽ നീ ദൈവത്തോട് ഉത്തരം പറ. ഹല്ലേലൂയ. നീ എഴുതി വെച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ശൂന്യതകൾ കിടക്കുമ്പോൾ മറുഭാഗത്ത് വെളിപ്പെട്ടു വരുന്നത് ആരും കാണാത്ത ചില മേഖലകൾ. നോക്കി, ഹല്ലേലൂയ. അവിടെ നമ്മൾ ഈ 42-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അവൻ 14,000 ആടുകൾ കയറി വരുന്നു. അത് സ്തോത്രം, ഈ സാധാരണയല്ല. നമ്മളൊരു 14,000 ആടുകൾക്ക്
അവൻ തീറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനായിരിക്കും? പലതിൻ്റെയും പല രീതിയിൽ. ഇത് പുഷ്ടി കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ ആഹാരം കൊടുക്കുന്നത്. ആമേൻ സ്തോത്രം. അല്ലെ, കരയുന്ന കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ യോബിന്റെ പുസ്തകത്തിലുണ്ട്. അതിന് നീഹാരം വിതറുന്നു എന്നാണ് യോബിൽ കാണുന്നത്. അവൻ നമ്മൾ പോലും കാണാതെ കിടക്കുന്ന ചില മേഖലകൾ, ദൈവത്തിന്റെ വിടുകൾ സംഭവിക്കപ്പെടുന്ന ചില മേഖലകളിലേക്ക് നമ്മൾ കേടി വെളിപ്പെട്ട് വരുമ്പോൾ, കാരണം എൻ്റെ ദാസൻ ഭക്തനാ. അവൻ യോബിന്റെ പുസ്തകം 1-ാമത്തെ വാക്യത്തിരിക്കുന്നുണ്ട്, അവൻ എൻ്റെ ഭക്തനാണ്. യോബിൻ സാത്താനോട് ചോദിക്കുന്നു, അവൻ എൻ്റെ ഭക്തനാ, അവൻ ഹല്ലേലൂയ നിഷ്കളങ്കനായി നടക്കുക. ഇന്ന് പലക്കാലം നമ്മളെ കുറിച്ച് ദൈവത്തിന് എന്തുമായിരിക്കും സാക്ഷ്യം? ഇന്ന് പലക്കാലം നമ്മളെ കുറിച്ച്, ഈ നെൽസനെ കുറിച്ച് എന്തായിരിക്കും ദൈവത്തിന് സാക്ഷ്യം? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചോദിച്ചേ. ഇവിടെ ആമേൻ സ്തോത്രം, ദൈവം തന്നെ പറയുകയാണ്, ആമേൻ, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവൻ ഭക്തനാ, അവൻ നിഷ്കളങ്കനാ. ഇന്ന് പലക്കാലം നോക്കിയേ, നിഷ്കളങ്കനായി നടക്കുവാൻ കൊള്ളുന്ന അവൻ പറയുന്നത് ആരാ? വേറെ ആരുമല്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ച ഹല്ലേലൂയ അവൻ സ്ഥലത്തും നഗ്നതും മലർന്നുമായി കിടക്കുന്ന ദൈവം തന്നെ പറയുകയാണ്, ഇവൻ നിഷ്കളങ്കനാ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനോട് അവൻ സ്വതന്ത്രം 5 പ്രാവശ്യം ദൈവം എഴുന്നേറ്റിട്ട് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം ദൈവം വിളിക്കുന്നുണ്ട് 5 പ്രാവശ്യം. ഹല്ലേലൂയ. അവൻ ഉൽപ്പത്തി പുസ്തകം നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെ പ്രതിഭവനത്തെ വിട്ടു നീ ഒന്ന് പുറപ്പെട. കാരണം നീ അമിത്സ്വതന്ത്രം, നീ ഹാരാനിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ, ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുക. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഇവിടെ നിന്നൊന്ന് നീ പുറപ്പെടുവാൻ വേണ്ടി ദൈവം പറയാ, നീ നിന്റെ ചാർച്ചക്കാരെ ഒന്ന് വിട. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പുറപ്പെട്ട് ചാർച്ചക്കാരെ വിട്ട് മുന്നോട്ട് പോയപ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയം പ്രതിഫലവുമാണെന്ന് പറയുന്നു. എന്താ കാരണം? 14-ാം അധ്യായത്തിൽ ഹല്ലേലൂയ തന്റെ സഹോദരനായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം മൂത്ത സഹോദരന്റെ കുഞ്ഞിനെ ഹല്ലേലൂയ ലോത്തിനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഈ 5 രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അവൻ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇവിടെ ഹല്ലേലൂയ അബ്രഹാമിന്റെ വീട്ടിൽ 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. ഇവരുമായി യുദ്ധം ചെയ്ത് മടങ്ങി വന്നിട്ട് ഹല്ലേലൂയ ആ ടൈമിൽ ദശാംശം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ ഇങ്ങനെ നിന്നുകൊണ്ട് പേടിച്ചിരിക്കുക. കാരണം ഇനി അവർ ബലപ്പെട്ടിട്ട് ഈ 5 രാജാക്കന്മാരെന്നുള്ളത് 10 രാജാക്കന്മാരുമായി വന്നു കഴിഞ്ഞാൽ ദൈവമേ എന്തുവായിരിക്കും സ്ഥിതി? ഇപ്പോൾ 5 രാജാക്കന്മാരെ ഞാൻ നേടി, ഞാൻ ജയിച്ചു, ഹല്ലേലൂയ എന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയാ, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയമാ. ആ 10 രാജാക്കന്മാരല്ല, 50 രാജാക്കന്മാർ കുടുംബമേ രാജ്യങ്ങളായി വെളിപ്പെട്ടു വരട്ടെ. ഞാൻ നിന്റെ പരിചയാ, ഞാൻ നിന്റെ പ്രതിഫലമാ. ഇന്ന് പലക്കാലം ഭാരപ്പെടേണ്ട പ്രിയമുള്ളവരെ, നീ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ഇന്ന് പലക്കാലം ചിലരുടെ ഭയങ്ങൾ മാറുകയാണ്. ഈ രോഗം എന്നെ പിടിച്ചിരിക്കുന്നത് അവൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ ഇന്ന് പലക്കാലം ദൈവം പറയാണ്, ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലം. ഇന്ന് പലക്കാലം നടക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകൾ, പേടിക്കുന്ന ചില മേഖലകൾ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും പുറത്തു പോരട്ടെ. ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇനി ആര് വന്നാലും വിഷയമല്ല, കാരണം ഞാൻ നിന്നോട് കൂടെ നിൽക്കുക. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിൽ താഴെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇന്ന് പലക്കാലം കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ, നമ്മളോട് കൂടെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഇന്ന് പലക്കാലം ഏത് വിഷയങ്ങൾ വന്നാലും ഹല്ലേലൂയ. എന്നിട്ടും ഇവിടെ എല്ലാം ഈ വെളിപ്പെട്ട് കഴിയുമ്പോഴും 17-ാം അധ്യായത്തിൽ പറയുന്നു, അബ്രഹാമേ, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കാം. നമ്മൾ നിഷ്കളങ്കനായ വിഷയത്തെ വെളിപ്പെട്ട് വരുന്നുകൊണ്ടോ ഇങ്ങനെ കയറി വന്നത്. അബ്രഹാം വിളിച്ച് പുറപ്പെട്ടതാണ്. ഈ യാത്രകൾ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഇതിന്റെ നടുവിലും അവൻ നിഷ്കളങ്കനല്ലായിരുന്നു. കാരണം എന്താ? ഇവൻ ടൈത്ത് കൊടുക്കും, ദശാംശം കൊടുക്കുന്നുണ്ട്, ആരാധന കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവൻ നിഷ്കളങ്കനല്ലാത്തത് കൊണ്ട് പറയുകയാണ്, അബ്രഹാമേ, 17-ാം അധ്യായത്തിൽ പറയുന്നു, അബ്രഹാമേ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ആരുടെ മുൻപാകെ? ദൈവത്തിന് മുൻപാകെ. ഇന്ന് പലക്കാലം നീ ഒരു നിഷ്കളങ്കത വെളിപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്.
കാരണം ദൈവത്തിന് ചിലത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിന്റെ നിഷ്കളങ്കത ഇല്ലാത്തത് കൊണ്ട് നീ ആരാധനയ്ക്ക് വരുന്നത് ശരിയാണ്, കൈയടിക്കുന്നത് ശരിയാണ്, സ്തോത്രം പറയുന്നത് ശരിയാണ്, ഹല്ലേലൂയ, നീ ഓഫറിംഗ് കൊടുക്കുന്നുണ്ട്, നീ ദശാംശം കൊടുക്കുന്നുണ്ട്, നീ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, എന്നാൽ ദൈവം പറയാണ് നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനല്ല. കാരണം എന്താ? അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറയും, സ്വന്തം ഭാര്യ എൻ്റെ പങ്കളാന്ന് പറയും, അതൊക്കെ പറയത്തുള്ളൂ. ചില നിൽക്കാൻ വേണ്ടി ചില കള്ളത്തരം പറയും. ഇന്ന് വലക്കാലം നിൽക്കാൻ വേണ്ടി പറയുന്ന കള്ളത്തരവും ഇന്ന് വരെ ദൈവം പിടിച്ചുകൊണ്ട് പറയുകയാണ്, അബ്രഹാമേ നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്ക്. അപ്പോൾ നിഷ്കളങ്കനായി നടന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് അവന്റെ വീട്ടിൽ വന്നൊന്ന് ആഹാരം കഴിക്കാൻ വരികയാ. ഇന്ന് പലക്കാലം നീ നിഷ്കളങ്കനായി നടന്നാൽ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ സഹിതം പറയുന്നു, ഇന്ന് പലക്കാലം നമ്മൾ നിഷ്കളങ്കനായി നടന്നാൽ നിന്റെ വീട്ടിലേക്ക് അവൻ കടന്നു വരും. അവൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലത് സംഭവിക്കും. ഇന്ന് പലക്കാലം ഹല്ലേലൂയ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ കഫർന്നഹൂമിൽ യേശു കൊണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ ശ്രുതികളെല്ലാം പരന്നു. ഹല്ലേലൂയ ഇന്ന് പലക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് പലക്കാലം ചിലത് വെളിപ്പെട്ടു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടെ വന്നിട്ട് പറയാണ്, സാറ ഇന്ത്യ ചോദിക്കുക, ചില വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചില മേഖലകൾ വെളിപ്പെടാൻ പോകുക. അടുത്ത വർഷം ഞാൻ ഇത് വെളിപ്പെട്ട് വരും. നീ നിഷ്കളങ്കനായി നടന്ന ഇനി വിളിക്കാതെ വരും. ദൈവത്തിന്റെ ചില പദ്ധതികളാ. ഹല്ലേലൂയ ഇന്ന് പലക്കാലം ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ചില വിടുതലുകൾ സംഭവിക്കപ്പെടണം. ഹല്ലേലൂയ വിളിക്കാതെ വരും കർത്താവ്. കാരണം നീ നിഷ്കളങ്കനായി നടന്നാൽ നിന്റെ വീട്ടിലെ ഹല്ലേലൂയ സൽക്കാരം ശരിയായി ദൈവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം പറയാം, ഞാൻ അടുത്ത വർഷം വരുമ്പോൾ നിനക്ക് നന്മകൾ വെളിപ്പെട്ട് വരും. ഇന്ന് പലക്കാലം ചില വിടുതലുകൾ സംഭവിക്കപ്പെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ നമുക്കറിയാം, ചിലര് പറയുന്നു, ഹല്ലേലൂയ എനിക്ക് ദൈവത്തെ കാണും, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു യൗവനക്കാരൻ പറയുന്നത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അവൻ പറയുന്നു, നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ 18-ാം അധ്യായത്തിലാണ് അവൻ എന്ത് ചെയ്യണം, അവൻ അതുപോലും മേടിക്കാനുള്ള സമ്പത്തുണ്ട്. അവൻ ധനവാനായോട് പറയാ, നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ മഹാധനവനായതുകൊണ്ട് അവൻ ദുഃഖിച്ചു പോയി. എന്നാൽ ഈ വേറൊരു 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സെക്കരിയാവിനെ കാണുന്നു. അവനൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചതേ ഉള്ളൂ. കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവൻ കാട്ടത്തിയുടെ മേൽ കയറിയിരുന്നപ്പോൾ ഇന്ന് പലക്കൻ ദൈവം ചെന്ന് പറയുക, ഹല്ലേലൂയ പറയാ, അവന്റെ ആ കാട്ടത്തിയുടെ ചൂട്ടിൽ നിന്നുകൊണ്ട് പറയുന്നു, അവൻ സക്കായി വേഗം ഇറങ്ങുക, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുകയാണ്. അവൻ ആഗ്രഹിച്ചത് പോലുമല്ല, അവനൊന്ന് കണ്ടാൽ മതി. ഇന്ന് പലക്കലും നീ ദൈവത്തെ കാണാൻ ഈ സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പലക്കൽ നീ ദൈവത്തെ കൊണ്ടാ പോകുന്നത്. അവൻ ഇന്ന് പലക്കൽ നീ വന്നിരിക്കുന്നത് വെറുതെ അല്ല, നീ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലേക്ക്, കർത്താവ് എനിക്കൊന്ന് അങ്ങയൊന്ന് കാണണം, ഞാൻ അവൻ തരികടയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അവൻ സ്വതന്ത്രം ഈ പോകുന്ന പോക്കിൽ പറഞ്ഞു, എൻ്റെ വീട് അതിന് യോഗ്യതയില്ല, കർത്താവെ ഞാൻ അന്യായമായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാം. അവൻ വീട്ടിൽ ചെന്നില്ല, ഇവനൊന്നും ചോദിച്ചില്ല, ദൈവം ചോദിച്ചില്ല. അതിന് മുമ്പേ പറയാ, ഞാൻ ചിലതും 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പലക്കാലം ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ എല്ലാ ക്രമീകരണം പ്രാപിക്കുക. ഇന്ന് പലക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ കുടുംബത്തിൽ നിന്റെ വ്യക്തിപരമായ വിഷയത്തിൽ നീ ചില ക്രമീകരണങ്ങൾ നിഷ്കളങ്കനായി നടന്നാൽ ദൈവം ചിലത് വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. നമ്മളെല്ലാം ഓർക്കുന്നത് എന്തെങ്കിലും തരികട കാണിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടക്കത്തില്ല. നമ്മൾ നിഷ്കളങ്കനായി നടന്നെങ്കിൽ മാത്രമേ വിടുതൽ സംഭവിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. ഞാൻ സഹിതമായി പറയുന്നത്, എന്നെയാണ് കൂടുതൽ ഞാൻ ഊന്നിക്കൊണ്ട് പറയുന്നത്. ഞാനിത് ഈ പ്രിപ്പയർ ചെയ്യുമ്പോഴെല്ലാം കർത്താവ് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യുകയാണ്. ഇന്ന് പല കാലം നമുക്ക് ആ ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, ഞാൻ നിഷ്കളങ്കനായിട്ടാണോ നടക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ കടന്നു വരും.
അവൻ യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾ മാറ്റാനെന്ന് പാട്ട് പാടുക മാത്രമല്ല, ഇന്ന് പലക്കാലം നിന്റെ വീട്ടിൽ വന്നാൽ സ്ഥിതികൾ മാറ്റുവാൻ അവൻ വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് ആ നടുവിൽ, ഇതിൻ്റെ നടുവിലെല്ലാം അവൻ യാഗമർപ്പിക്കുന്നുണ്ട്, പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം 22-ാം അധ്യായത്തിൽ വിളിക്കുകയാണ്, അവൻ നിന്റെ ഹല്ലേലൂയ ഏകജാതനായ പുത്രനെ അവൻ യാഗമർപ്പിക്കുവാൻ. സാറാമ്മച്ചിയോട് പോലും ചില ദൈവിക ഇടപെടലുകൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആരോടും ചോദിക്കേണ്ട വിഷയമില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, ആമേൻ, ഇത്രയും പൗലോസിനെ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ഈ യേശു കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി പൗലോസാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ഇത്രയും മാനിക്കപ്പെടാൻ കാരണം എന്താ? അവിടെ ആമേൻ, സ്തോത്രം, ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിൽ നിന്നൊരു വിഷയം വെളിപ്പെട്ടപ്പോൾ, ഇടപെടലിൽ വെളിപ്പെട്ടപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആമേൻ ആലോചന ചോദിച്ചില്ല. കാരണം എന്താ? ഇന്ന് പലക്കാലം അതുകൊണ്ട് എന്തുവാ, അവനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാൻ ദൈവശക്തനായ ദൈവമാകണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പലക്കാലം ആ ദൈവത്തിന്റെ കൽപ്പനകളുടെ മേൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ നാം കാണുന്നുണ്ട്. അവൻ അബ്രഹാം ആമേൻ, സ്തോത്രം, വിറക് കീറി. ഹല്ലേലൂയ. വിറക് കീറിയിട്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ദാസന്മാരുമായി കടന്നു പോകുന്നു. ഈ വിറക് കീറുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി ദൂതുകളും ഒത്തിരി ആഴങ്ങളും ഉണ്ട്. എങ്കിലും അത് പറയുന്നില്ല. ഈ വിറക് കീറി എന്ത് ചെയ്തു? പൈതലിന്റെ തലയിൽ വെച്ച് കൊടുത്തു. സ്തോത്രം. വേദപണ്ഡിതന്മാർ പറയുന്ന 18 വയസ്സുണ്ടായിരുന്നു ഇസഹാക്കിനെന്നാണ്. ആമേൻ. ഈ 18 വയസ്സുള്ള വ്യക്തിയുടെ മേൽ വിറക് വെക്കുന്നതിന് മുമ്പ് ഈ അബ്രഹാം, നമ്മളവിടെ ആഴമായി ഒന്ന് ധ്യാനിച്ച് പഠിക്കുമ്പോൾ ഈ അബ്രഹാം ഇത് തലയിൽ വെക്കുന്നതിന് മുമ്പ് അവൻ 2 പ്രാവശ്യം ഈ വിറക് എടുത്തു, ഈ കെട്ട്. ആമേൻ. കാരണം ഇവൻ മുഴുവൻ ഈ പച്ചമാംസം മുഴുവൻ ദഹിപ്പിക്കേണ്ട രീതിയിലുള്ള വിറവാണ്. 18 വയസ്സുള്ള ഒരു കുഞ്ഞ് അവൻ ദഹിപ്പിക്കണമെങ്കിൽ എത്ര വിറക് വേണം? എന്നിട്ട് അവൻ എവിടെ വെച്ച് അവൻ അങ്ങ് അകലെ കണ്ടു. അവൻ സ്വതന്ത്രം ഇത്രയും ദൂരം ദാസന്മാരെ അവിടെ നിർത്തിയിട്ട് ഈ വിറക് അവൻ സ്വതന്ത്രം എടുത്ത് പൈതലിന്റെ തലയിൽ വെച്ചു. ആദ്യം ആരാ എടുത്തത്? ഇവനെ ഇത് ചുമക്കാൻ കഴിയുമോ എന്ന് ആദ്യം അപ്പൻ നോക്കി. ഇന്ന് പലക്കാലം നിനക്കൊരു വേദന തന്നെങ്കിൽ, നിനക്കൊരു വിഷയം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഭാരം തന്നിട്ടുണ്ടെങ്കിൽ അപ്പൻ ആദ്യം എടുത്തിട്ടാ നിന്റെ തലയിൽ വെച്ചിട്ട്. അത് മാത്രമല്ല, ആ ദൂരം കാണുന്ന രീതിയിൽ ആമേൻ, സ്തോത്രം, ഈ ഏപ്രിൽ 7-ാം തീയതിയാണ് നിനക്ക് വിടുതൽ നടക്കേണ്ടതെങ്കിൽ ആ 7-ാം തീയതി ദൈവാത്മാവ് തന്റെ തലയിൽ ഭാരം വെച്ചിട്ട് പറയുന്നു, നീ ഇത് എടുത്ത് ചുമന്നുകൊണ്ട് നടക്കാം. കാരണം നമ്മുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ഇത്രയും ചുമക്കുന്നത് ദൈവത്തിനറിയാം. എന്നിട്ട് നാം കാണുന്നുണ്ട് അവൻ കൂടെ നടന്നു. ആരാ? അപ്പൻ കൂടെ നടന്നു. കാരണം നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ഭാരത്തിന്റെ നടുവിൽ, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ വിട്ടുപോകുകയല്ല, പിന്നെയോ ചേർന്ന് നടക്കുന്നൊരു നല്ലൊരു അപ്പൻ. ഇന്ന് പലക്കാലം നിന്നെ എല്ലാവരെയും കൈവിട്ടുമ്പോഴും ഇന്ന് പലക്കാലം നമ്മൾ പാടിയല്ലോ, നീ മാത്രം മതിയെന്ന്. അവൻ നീ അല്ലാതെ വേറെ ആരും വേണ്ട എന്ന്. കാരണം എന്താ? ഭക്തൻ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ അനർത്ഥം വന്നാലും, ഈ ഭാരം വന്നാലും, ഈ ക്യാൻസർ വന്നാലും, ഈ രോഗം വന്നാലും, ഈ വിഷയം വന്നാലും, എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൻ കൂടെ നടക്കുക. കാരണം അപ്പൻ ഇത്ര പ്രായമുണ്ടെന്നറിയാമോ? ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്. എത്ര? 120, 118ഓളം വയസ്സുണ്ട്. വേദപണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് 118 വയസ്സുള്ള ഒരു അപ്പനും 18 വയസ്സുള്ള ചെറുപ്പക്കാരനും ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? അവൻ സ്വതന്ത്രം അവൻ ചേർന്ന് നടന്നിട്ട് പറയുന്നു. അതിന്റെ നടുവിലാണ് പറയുന്നത്, ഹല്ലേലൂയ, അപ്പാ, ഹല്ലേലൂയ, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ പറയുന്നു, യഹോവ. ആ ടൈമിലും അപ്പനോട് ചോദിക്കുമ്പോഴും അവൻ ഈസിയാ പറയും, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പലക്കാലം നിന്റെ പ്രശ്നത്തിന് നടുവിൽ മറ്റുള്ളവർ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ കുഞ്ഞിന്റെ വിവാഹം എങ്ങനെ നടക്കും, നിന്റെ വിഷയങ്ങൾ എങ്ങനെ നടക്കും, നിന്റെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമെന്ന് നീ ചോദിക്കുമ്പോൾ ദൈവം പറയുക, യഹോവ കരുതിക്കൊള്ളും. നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്, നീ തകർന്നു പോകരുത്. അവൻ നീ കുടുംബജീവിതത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് എങ്ങനായി തീരും? പലരും കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു, പലതും തകർന്നു പോയിരിക്കുമ്പോൾ അപ്പോൾ പറയണം, നീ പറയണം, യഹോവ കരുതിക്കൊള്ളും, യഹോവ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് കാലം പ്രിയമുള്ളവരെ, ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം. ആമേൻ, സ്തോത്രം. നിന്റെ ജീവിതത്തിന് മേൽ ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, യാഗത്തിന് വേണ്ടി ഇവനെല്ലാം അർപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ആടിൻ്റെ അടുത്ത് വെച്ചിട്ടും ആ കല്ല് അവിടുന്നൊക്കെയാണ് ചിലപ്പോൾ യാഗപീഠം ഉണ്ടാക്കാൻ കൊണ്ടുവന്നത്. എന്നിട്ടും ഈ ആടിനെ വെളിപ്പെട്ടില്ല. ആമേൻ, സ്തോത്രം. അതും ഹല്ലേലൂയ, നീ യാഗത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു വെളിപ്പെട്ട് വരിക. ഇതുകൊണ്ട് അവിടെ കുരുങ്ങിക്കിടക്കുകയാകും. നിനക്ക് വേണ്ടി ചിലത് കുരുക്കി കിടക്കുന്നു. നിനക്ക് വേണ്ടി ചിലത് വഴിയിൽ ഒരുക്കുമെന്ന്. നീ പോലും മറഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ തരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവ് പറയും, നിനക്ക് വേണ്ടി ചിലത് വഴി വെച്ചിട്ടുണ്ടെന്ന്. ആമേൻ. സൗമേല് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നീ എടുത്തോണ്ട് വരാന്. ഇന്ന് വലക്കാലം സ്തോത്രം, ഞാൻ അവിടെ ഒന്നും കയറി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ആമേൻ, സ്തോത്രം, ദൈവാത്മാവിൽ ഞാൻ ആമേൻ നിൽക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു കരുതുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. അവന്റെ കണ്ണിന് മറച്ചിട്ട് ചിലതിനെ കുരുക്കി വെച്ചിരിക്കുക. നിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചിലത് മറച്ചു വെച്ചിരിക്കുക. നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളെ കാണാതെ നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ കാണിക്കുന്നതിന് മുമ്പ് ചിലത് മറച്ചു വെക്കുക. നീ എങ്ങനെ നിഷ്കളങ്കനാ, നീ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് വലക്കൽ നീ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ഇന്ന് വലക്കൽ ഒരു വിളി വരുന്നുണ്ട്. അബ്രഹാമേ, അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. നീ അവിടെ കുരുങ്ങിക്കിടക്കുന്ന ചില കുരുക്കുകളെ അരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ചില വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് വലക്കൽ ചില കുരുക്കുകളെ അഴിച്ച് ചില വഴികളെ തുറക്കുന്ന ദൈവത്തിനകരെ ചലിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നോക്ക്, ഇതാരും കണ്ടില്ല ഇത് കുരുങ്ങി കിടക്കുന്നത്. നോക്കി, നമുക്ക് നമ്മൾ യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. നിഷ്കളങ്കനായി നടക്കുന്നവരുടെ വിഷയം ഇങ്ങനെ കയറി വന്നതേ ഉള്ളൂ. ആ 14,000 എണ്ണം ആടിനെ ആരും കണ്ടില്ല. ഈ കുരുങ്ങി കിടന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആർക്കും ഇത് തടയാൻ പറ്റത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഒരുക്കിയത് ദൈവമാണ്. നിനക്ക് വേണ്ടി ഒരുക്കിയത് ദൈവമാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടോ അത് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് പലക്കാലം വെളിപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുണ്ടെന്നേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിശാച് നിനക്ക് വെളിപ്പെടാതെ വേണം അവൻ ചില പോരുകളുണ്ട്. പിശാചിനെ പോലും കാണിച്ചില്ല. ഈ 14,000 എണ്ണം ഇന്ന് പലക്കാലം ചിലത് വെളിപ്പെട്ട് വരുമ്പോൾ അവൻ ഇത് ആരെ കാണിക്കാതെ ദൈവം ചിലത് ചെയ്യുന്നത്. ഇതെങ്ങനെയാ നിന്റെ കുഞ്ഞിന്റെ കല്യാണം എങ്ങനെ നടക്കും, അവൻ അവിടെ എന്തുവായി തീരും എന്ന് നീ ചിന്തിക്കുമ്പോൾ നീ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്ക്. നീ നിഷ്കളങ്കനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് പലക്കാലം ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുള്ളത് ഇന്ന് പലക്കാലം ആർക്കും വെളിപ്പെടാത്ത രീതിയിൽ 14,000 എണ്ണമുണ്ട്. അവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ദേണ്ട കയറി വരുന്നു 14,000 എണ്ണം ആടുകൾ. അടുത്തേക്ക് നോക്കിയപ്പോൾ ഇത് അടുത്ത ലെവലിലേക്ക് കയറി വരുന്നു. ഞാൻ ഹല്ലേലൂയ ഈ സ്റ്റെപ്പിലേക്ക് കയറി വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ കാണാൻ നോക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയപ്പോൾ അവൻ മേഘം കൊണ്ട് ചിലത് മറച്ചു. ഇന്ന് പലക്കാലം നിനക്ക് ചിലത് മറച്ചു വെച്ചിരിക്കുക. ഇതെങ്ങനായി തീരും? ഹല്ലേലൂയ. കുഞ്ഞിന്റെ ഭാവി എന്താകും? ഈ രോഗത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് പ്രിയപ്പെട്ട ദൈവാത്മാവ് പറയുക. ചിലത് മറച്ചു വെച്ചിരിക്കുക. സ്തോത്രം. ഇന്ന് പലക്കാലം ആമേൻ, സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ദൈവാത്മാവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് പലക്കാലം ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്, നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് പ്രിയ കുഞ്ഞെ, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്നത് ആർക്കും കാണാത്ത തരത്തിൽ ഹല്ലേലൂയ സ്വർഗ്ഗം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താ? നിനക്ക് വേണ്ടി ദൈവം തന്നത് ഈ ശത്രുവായവൻ ആമേൻ, സ്തോത്രം, പോരാടാതിരിക്കുവാൻ ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ വിളിച്ചുകൊണ്ട് അബ്രഹാം 5ാമത് വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിൽ മടങ്ങി വരാം. ഹല്ലേലൂയ. 5ാമത് വിളിക്കുകയാണ്, നീ ഇത്രയും എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നാണ് 22ാം അധ്യായത്തിലേക്ക് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്താ? ജോബിനെ കുറിച്ച് പറയുന്നു. യോബിനെ കുറിച്ച് പറഞ്ഞത് ഇവൻ എൻ്റെ ഭക്തനാ, ഇവൻ എൻ്റെ നിഷ്കളങ്കനാ.
കാരണം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു സാക്ഷ്യം വേണം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുകയും ഭൂലോകത്തിലൊക്കെയും എൻ്റെ സാക്ഷികളാകണം. നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷിയാകാനല്ല, എങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയണം. ഞാൻ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ട്, ഞാൻ കറുത്ത പാൻ്റ് ഇട്ടത് കൊണ്ട് ഞാൻ ഒരിക്കലും വിശുദ്ധനാകത്തില്ല. ഇന്ന് പലക്കാലം ദൈവം കാണുന്നൊരു ദൈവമുണ്ട്. നോക്ക്, ഈ ടൈമിലെല്ലാം നേരത്തെ നോക്ക്, ഈ 17-ാം അധ്യായം വരെ നോക്ക്, അബ്രഹാം എങ്ങനെയായിരുന്നു? എല്ലാ പരിപാടിക്കുമുണ്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി നിൽക്ക്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നീ ഒരു സ്തോത്രം പറഞ്ഞാൽ അറിയണം, നീ അത് കളങ്കമില്ലാത്തതാകണം. ഇവിടെ വന്ന് ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ ഇവിടെ ആരാധന ലീഡ് ചെയ്യുന്നു. ആമേൻ, അവരുടെ താളത്തിന് പോകും. നീ അതൊന്നും നോക്കണ്ട, നീ നിഷ്കളങ്കനായി ഒന്ന് ആരാധിക്ക്. കൈയടിക്കാൻ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ കൈ വേദനിക്കുമെന്ന് വെച്ചോണ്ടല്ല സ്തോത്രം. നിന്ന് പലക്കാലം നീ കൈയടിച്ച് വേദനിച്ചാലും ഹല്ലേലൂയ ഒരു കുഴപ്പമില്ല, നീ ദൈവത്തെ സ്തുതിക്ക്. കാരണം എത്ര പേർക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല, എത്ര പേർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ. നമ്മുടെ നടുവിൽ തന്നെ പലർക്കും എഴുന്നേൽക്കാൻ പോലും ഇന്ന് ലിസി സഹോദരി വരെ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതിരിക്കുന്ന മേഖലയുടെ നടുവിൽ ദൈവം നമ്മളെ എഴുന്നേറ്റ് നിൽപ്പിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ചില ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഈ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ രോഗികളെ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോകും. കർത്താവേ, അതിനൊക്കെ ഒരു ദൈവമേ, ഈ വീൽ ചെയറിൽ കൊണ്ട്, അത് ചെറുപ്പക്കാര് ഒക്കെ വീൽ ചെയറെ കൊണ്ടുപോകും. നമ്മൾ സ്തോത്രം ചെയ്തത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവരൊക്കെ സ്തോത്രം, അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ട് നല്ലവണ്ണം അറിയാം. കാരണം നമ്മളെ നിർത്തി ഇതിൻ്റെ കൊണ്ടാണ് നമ്മൾ തുള്ളിച്ചാടുന്നത്. കർത്താവേ, നിഷ്കളങ്കനായി നീ പരിപാലിക്കുന്ന പരിപാലനം, നീ നടത്തുന്ന വഴികൾ, നീ നടത്തുന്ന ഓരോ മേഖലകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ, ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാ. അതുകൊണ്ടല്ലേ നമ്മളിത് പാടി, നമ്മൾ നിന്നതല്ല, നിർത്തിയത് അവൻ്റെ ദയ, അവൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഹല്ലേലൂയ, ഈ കൂടാരങ്ങളിൽ ദൈവത്തിന്റെ ദയ കൊണ്ട് മറയ്ക്കുന്ന, ദൈവത്തിന്റെ കൃപയിൽ മറയ്ക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം മറ്റുള്ളവർ നോക്കി നിൽക്കുന്ന 4 വഴിയിലൂടെ ചില വാതിലുകൾ തുറക്കപ്പെടും. ചിതറിപ്പോയതിനെ എല്ലാം ഒന്നിക്കുന്നത്, നമ്മളെ ഹെസ്കേപ്പ് അങ്ങനെ വായിക്കുന്നത്, ചിതറിപ്പോയതിനെ ഒന്നിപ്പിക്കുന്നത് പോലെ. ഇന്ന് പലക്കാലം നോക്കി, അവൻ ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ 14,000 എണ്ണം ആടുകളാ കയറി വരുന്നത്. ഒന്നിനും ഒരു ഊനമില്ലായിരുന്നു. കാരണം ഇതിന് ആഹാരം കൊടുത്തത് ആരാ? നമ്മൾ ഈ യോബിന്റെ ഹമീസ്വത്ര പുസ്തകത്തിൽ 38 തൊട്ട് 42 ഒരു വാക്യത്തിൽ ചോദിക്കുമ്പോൾ, എടാ നീ ഹമീസ്വത്രം അല്ല, വനത്തിലെ മൃഗങ്ങൾക്ക് നീ ആണോ ആഹാരം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ 14,000 എണ്ണത്തിന് ആഹാരം കൊടുത്താൽ നോക്ക്, ഹമീസ്വത്രം 40 വർഷം മന്നയും കാടയും കൊടുത്ത ദൈവം. നമ്മളിത് വായിക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ നടത്തിയ വഴികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടി വന്നപ്പോൾ, സമയം തന്നപ്പോൾ വഴി തുറന്നത്, ജോലി ചെയ്യാൻ കഴിയാതിരുന്നപ്പോഴും ജോലി ചെയ്യാൻ കൃപ തന്നത്, വീട് വെക്കുവാൻ കഴിയാതിരുന്നപ്പോൾ വീട് വെക്കുവാൻ കൃപ തന്നത്, അവൻ ഇതൊക്കെ ആര് തന്നതാ? അവൻ നിന്റെ മിടുക്കാണോ, വിദ്യാഭ്യാസമാണോ, കഴിവാണോ, യോഗ്യതയാണോ? അല്ല, പിന്നെയോ അവന്റെ ദയ, അവന്റെ കൃപ. ഇന്ന് വരെക്കാലം ആരും അറിയാതെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ. നമ്മൾ നോക്കി, അവിടെ 14,000 ആമേൻ കടന്നു വരുന്നു ആടുകൾ. അതിന് ഒന്നിനൊരു ഊനമില്ല. കാരണം ആഹാരം കൊടുത്തത് സ്വർഗത്തിൽ നോക്കി 10 കാള, അല്ല 1000 ഏർ കാള. ഹല്ലേലൂയ, സ്തോത്രം കടന്നു വരുന്നു. 1000 ഏർ ഹല്ലേലൂയ. കുതിര ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പലക്കാലം ഹല്ലേലൂയ കഴുതകളെ 1000 ഏർ കഴുതയൊക്കെ കൊടുത്തുവിടുന്ന ആ ദൈവത്തിന്റെ കൃപ എത്ര വലിയവയാണ്. ഓരോ സൈഡിൽ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഏതിൽ നിന്ന് 4 ശാഖയായി ആ തോട് പോകുന്നത് പോലെയാ. ഇവൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ 14,000 എണ്ണം ഇങ്ങോട്ട് കയറി വരുന്നു. ഈ സൈഡിൽ നോക്കിയപ്പോൾ 1000 ഏർ കാളകൾ വരുന്നു. ഈ സൈഡിലേക്ക് നോക്കിയപ്പോൾ 1000 ഏർ ഹല്ലേലൂയ കഴുതകൾ വരുന്നു. നോക്കി, 4 സൈഡിൽ നിന്നും ആമൻ വെളിപ്പെടുന്നത്. ഇത് എങ്ങനെയാ? ഒന്നിനും ഊനമില്ലാത്തതാ. സ്തോത്രം. കാരണം കൊട്ടാരത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശ്രേഷ്ഠ ഭോജനത്താൽ നിറച്ചുള്ള ചില മേധകൾ വെളിപ്പെട്ടതുപോലെ ആത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ചില ഒഴുകിപ്പോയതെല്ലാം മടക്കി തരാൻ പോകുക.
നിന്റെ ആരോഗ്യം ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ശരീരം ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ചില രോഗമാണെങ്കിൽ ഇന്ന് പലക്കാലം അത് മടക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തന. നീ ദൈവസ്ഥ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ ഇന്ന് പലക്കാലം ചില വിടുകൾ സംഭവിക്കപ്പെടുവാൻ ദൈവം വിശ്വസ്തം തന്നെയാണ്. എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് എൻ്റെ ഷേപ്പ് പോയെന്നൊന്നുമല്ല, നിന്റെ തലമുടി നരച്ചു പോയല്ലോ, നിന്റെ ജീവിതത്തിന് ഹല്ലേലൂയ ഒത്തിരി ആയല്ലോ. അവൻ കാണും ഇന്ന് വരെക്കാലം മടക്കി തരുന്ന, നിന്റെ യൗവന ഹല്ലേലൂയ മടക്കി തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടുന്ന ഒരു ദൈവകൃപ പകരപ്പെടുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഹല്ലേലൂയ. ശത്രുവായവൻ അപകരിച്ച ചില രോഗങ്ങളുണ്ടല്ലോ, ശത്രുവായവൻ കൊണ്ടിട്ട ചില വിഷയങ്ങളുണ്ടല്ലോ, ഇന്ന് പലക്കാലം അതെല്ലാം മടക്കി തരുവാൻ ഇന്ന് പലക്കാലം നീ അങ്ങോട്ടൊന്ന് നോക്ക്. അതുകൊണ്ടാണ് അബ്രഹാമിനോട്, അബ്രഹാമേ നീ തലപൊക്കി ഒന്ന് നോക്ക്, നീ നോക്കുന്ന ഇടം നിനക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പലക്കാലം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു ദൈവ കൃപയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലക്കാലം വിരോധമായി നിനക്ക് വിരോധമായി നിന്ന ചില മേഖലകൾ ദൈവം മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ദൈവം ചിലതിന്മേൽ തീർപ്പ് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പലക്കാലം നിന്റെ മേലെ ഒരു ആഭിചാരം ഫലിക്കത്തില്ല, ഒരു മന്ത്രവാദം നടക്കത്തില്ല, ഒരു ശത്രുവിന്റെ പരിപാടി നടക്കത്തില്ല. കാരണം എന്താ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണെന്ന് നിന്റെ ജീവിതത്തിന് അല്ല, നീ ദൈവത്തെ ആരാധിക്കാൻ വന്നതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ഒരു അനർത്ഥങ്ങൾ വരുത്തില്ല. കാരണം എന്താ? നീ യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, നിനക്ക് നേരെ കടന്നു വരുന്ന ഒരു പോരിന്റെ ആയുധങ്ങൾ ഫലിക്കുകയില്ല. ഇതുപോലെ നിനക്ക് വിരോധമായ ഹല്ലേലൂയ പൊങ്ങി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിനക്ക് വിരോധമായി പൊങ്ങുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. കാരണം എന്താ? ഇന്ന് പലക്കാലം ദൈവം നിനക്ക് വേണ്ടി ചിലത് വഴികളെ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നിന്റെ ദൈവത്തിന്റെ വചനം തീയമ്പുകളാക്കി തീർക്കുന്നത് പോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, അവന്റെ പൂണിയിൽ ഹല്ലേലൂയ മിനുസമുള്ള അമ്പുകളാക്കി നിൽക്കുന്നത് പോലെ ഇന്ന് പലക്കാലം നിന്നെ ചില മിനുസമുള്ള അമ്പുകളാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം ചിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഞാൻ ഒത്തിരി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാലും ഞാൻ അതൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സമയങ്ങൾ പോകുന്നത് കൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടട്ടെ. നിന്റെ മുന്നോട്ടുള്ള പദ്ധതികളെ ഒരു ദുഷ്ടനും തകർക്കാൻ കഴിയും. നിന്റെ മുന്നോട്ടുള്ള പഠനത്തെയോ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയോ നിന്റെ ശുശ്രൂഷയോ നിന്റെ ഹല്ലേലൂയ ആരോഗ്യത്തെ ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താ? ദൈവം വെളിപ്പെടുത്തേണ്ടത് സമയത്ത് വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ പാടി, ഇൻ ഹിസ് ടൈം. ഹല്ലേലൂയ. അവന്റെ ടൈമിലെല്ലാം നല്ലതായി ചെയ്യുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇന്നൊരു വർദ്ധനവ് വെളിപ്പെടുത്തുന്ന ഒരു ദൈവികമായ കരങ്ങൾ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പലക്കാലം ഹല്ലേലൂയ, കർത്താവേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ലെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് പലക്കാലം ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചാണ് പ്രാർത്ഥനകടത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച ജീവിക്കാനുള്ള വലിയ കൃപ തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച നടക്കുന്ന എല്ലാ അവൻ പ്രോഗ്രാമുകളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനോ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ ആഴ്ച നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാം അനുഗ്രഹിച്ചിരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാലാവസ്ഥകളെല്ലാം ദൈവം അനുകൂലമാക്കി തരുന്നതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷാൽ പ്രിയ സഭയോടുകൂടെയും കർത്താവിന്റെ വരെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ